മാനുഷിക ഭരണയുഗത്തിൻ്റെ ആരംഭവും മനസ്സാക്ഷി യുഗത്തിൻ്റെ അവസാനവും ഉൽപ്പത്തി 8-ാം അധ്യായം പ്രസ്താവിക്കുന്നു. 7 യുഗങ്ങളാൽ സമ്പുഷ്ടമായ ബൈബിൾ പഠനം ഓരോ യുഗത്തിൻ്റെയും അവസാനം മനുഷ്യ പാപനിമിത്തമുണ്ടാകുന്ന ന്യായവിധിയെ ചൂണ്ടിക്കാട്ടുന്നു. നിഷ്പാപയുഗത്തിൽ ആദമിൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവത്തിൻ്റെ മരണവിധി മനുഷ്യവർഗത്തിനുണ്ടായത് വിവരിക്കുന്നു. മനസ്സാക്ഷി യുഗത്തിൻ്റെ അവസാനം നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ള ജനസമൂഹത്തെ ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കുന്നു. മാനുഷിക ഭരണയുഗത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ വീഴ്ചയും ഭാഷ കലക്കലും ദൈവവിധിയായി വെളിപ്പെടുന്നു. വാഗ്ദത്ത യുഗത്തിൻ്റെ അവസാനം ഫറവോനും സൈന്യവും ചെങ്കടലിൽ തകരുന്നതും 10 ബാധയാൽ അവർ പീഡിപ്പിക്കപ്പെടുന്നതും കാണുന്നു. ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനം മാനവ കുലത്തിന് ന്യായപ്രമാണം അനുസരിച്ച് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല എന്നുള്ളതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പരമകാരുണിക യാഗത്താൽ മനുഷ്യവർഗത്തിന് രക്ഷപ്പെടുവാൻ പാപത്തിൻ്റെ വിധി പാപമില്ലാത്ത യേശുക്രിസ്തുവിൽ ദൈവം തന്നെ നടത്തുന്നു. കൃപായുഗത്തിൻ്റെ അവസാനം മഹോപദ്രവും അർമ്മഗദോൻ യുദ്ധവും നടക്കുന്നു. സഹസ്രാബ്ദ യുഗത്തിൻ്റെ അവസാനം ഗോഗ് മാഗോഗ് യുദ്ധവും പിശാചിൻ്റെ നിത്യനാശവും വെളിപ്പെടുത്തുന്നു. ഈ പഠനങ്ങളെല്ലാം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മനുഷ്യവർഗത്തെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച ദൈവജനത്തെ ദൈവം ഓർക്കുന്നു. ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവജാലങ്ങളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. നോഹ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു, ശേഷം ഒരു പ്രാവിനെയും പുറത്തുവിട്ടു. അത് അവൻ്റെ അടുക്കൽ മടങ്ങി വന്നു, കാരണം അതിൻ്റെ കാൽ വയ്പാൻ ഭൂമിയിൽ സ്ഥലമില്ലായിരുന്നു. മടങ്ങി വന്നപ്പോൾ നോഹ കൈനീട്ടി അതിനെ സ്വീകരിച്ചു. 2-ാം പ്രാവശ്യവും അതിനെ പുറത്തുവിട്ടു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവിലയുമായി അത് മടങ്ങി വന്നു. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ സമാധാനം വന്നു തുടങ്ങി എന്ന് നോഹ മനസ്സിലാക്കി. അങ്ങനെ നോഹ പെട്ടകത്തിൽ തന്നെ കഴിയുമ്പോൾ ദൈവം നോഹയോട് കൽപ്പിച്ചു, നീയും നിന്റെ കുടുംബവും സകല ചരാചരങ്ങളും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക. അകത്ത് കയറുവാൻ പറഞ്ഞ ദൈവം അവയെ പുറത്തിറക്കുവാൻ കൽപ്പിക്കുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ നോഹയും കുടുംബവും തന്നോടുകൂടെയുള്ള മൃഗജാലങ്ങളും പുറത്തിറങ്ങിയ ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ നോഹ പ്രാരംഭത്തിൽ ചെയ്തത് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവം സൗരഭ്യവാസനം മണത്തപ്പോൾ ഇറങ്ങി വരികയും അവൻ്റെ ആരാധന സ്വീകരിക്കുകയും ലോകനാശത്തെക്കുറിച്ച് അനുതപിക്കുകയും ഇനിയും ജലപ്രളയത്താൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഏത് യുഗത്തിലും ന്യായവിധി ഉണ്ടെങ്കിലും തൻ്റെ വചനം പ്രമാണിച്ച ജനത്തെ എക്കാലത്തും ദൈവം രക്ഷിക്കുന്നു. ആകയാൽ നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലെസ് യു ഓൾ.